മധുസാറിനെ പോലെ വേറൊരു സാർ സത്യനുമായിട്ടുള്ള ഒരു ജോഡി. ഞാനും അന്ന് റോഡിൽ വെച്ച് കണ്ടപ്പോൾ ചേട്ടന്റെ ഫ്രണ്ട് ആണെന്ന് അറിഞ്ഞിരുന്നില്ല. ഓഹോ, ഡോക്ടർ ഇവിടെ വന്നതിൽ ചേട്ടന് വലിയ സന്തോഷമുണ്ട്. പക്ഷേ എനിക്കത്ര സന്തോഷമില്ല. അതെന്താ? ഇവിടത്തെ ചില നടപടികൾ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെല്ലാം നേരെയാക്കാനല്ലേ ഡോക്ടർ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഓഹോ, ഏത് പടാ ഇത്? ഡോക്ടർ. ഓ, ഡോക്ടറാണ് ഇത്. ആ ഒരു നടപ്പെങ്ങനെയായിരുന്നു ശീലാമ്മ? ഞാൻ പറയട്ടെ, അന്നൊക്കെ ഞങ്ങൾക്ക് അഭിനയം പറഞ്ഞു തരാൻ ആരുമില്ല. ഞങ്ങൾ അഭിനയിക്കുന്നതാണ് അഭിനയം. ഇന്ന് ഓരോ ഷോട്ടിലും ഇങ്ങനെ നോക്ക്, അരേഞ്ച് തലപ്പൊക്ക്, ഇങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറയാനായിട്ട് എത്ര ഡയറക്ടേഴ്സാണ്. ആർട്ടിസ്റ്റിനേക്കാൾ നന്നായിട്ട് അഭിനയിക്കുന്ന ഡയറക്ടേഴ്സുണ്ട്. അന്നൊന്ന് നമ്മളെ വിട്ടേക്ക് അങ്ങനെ. സത്യൻ സാറ് പറഞ്ഞിട്ടുണ്ട് ഷീലാമ്മയോട്, എനിക്കറിയാം, ഞാൻ എവിടെയോ വായിച്ചത്. ആ പെണ്ണ് കുറെ കണ്ണൊക്കെ എറിഞ്ഞ് കളിക്കായിരുന്നു. ഞാൻ പറഞ്ഞു, കണ്ണൊന്നും എറിഞ്ഞ് കളിക്കണം, നേരെ അങ്ങ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല, സത്യൻ സാർ എപ്പോഴും ഞാൻ ഇങ്ങനെ ചിരിക്കും, ഇങ്ങനെ ചിരിക്കത്തുള്ളൂ, പല്ല് കാണാൻ പാടില്ലെന്ന് ഇങ്ങനെ ചിരിക്കും. അപ്പോൾ സത്യം ചോദിച്ചത്, എന്താ ഇങ്ങനെ പല്ല് കാണാത്ത? ആ ഭാഗ്യജാതകം പടത്തിൽ അതെന്താ? അപ്പോൾ ഉള്ളൊരു മേക്കപ്പ് മാൻ പറഞ്ഞു, നിങ്ങളുടെ പല്ല് കുറച്ച് പൊന്തിയ പോലെയുണ്ട്, അത് കാരണം നിങ്ങൾ പല്ല് കാണിക്കരുത് കേട്ടോ, എന്നോട് മേക്കപ്പ് ഇടുന്നതിന് ഇടയ്ക്ക് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം മുതൽ എനിക്കൊരു കോൺഷ്യസ് ഇങ്ങനെ. എന്നിട്ട് എൻ്റെ അമ്മ പറഞ്ഞു, പല്ല് കാണിക്കല്ലേ, പല്ല് കാണിക്കാതെ ചിരിക്കുന്നത്. എൻ്റെ അമ്മ പറയുന്ന പോലെ ഞാൻ പോയി ചെയ്യും ഇങ്ങനെ. സത്യം പറഞ്ഞു, ഏറ്റവും നല്ല പല്ലുള്ള ഒരാളാണ് നല്ല പല്ല് വെച്ച് എന്നൊക്കെ ചിരിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ അത് കാരണമാണ് യഥാർത്ഥത്തിൽ ഷീലാമ്മയുടെ ചിരി കണ്ടെത്തിയത് സത്യനാപ്പം അല്ല, ഇതുപോലെയായിരുന്നു. ശരിയാ. നമ്മുടെ പ്രേക്ഷകർ കുട്ടികളിങ്ങനെ, ഈ കുട്ടികളിപ്പം പുതിയ തലമുറയിലെ കുട്ടികളാണെങ്കിലും ഷീലാമ്മ ഒരുപക്ഷെ ഷീലാമ്മ എന്നുള്ള നടിയുടെ വഴിത്താരയെ നമ്മളെക്കാൾ കൂടുതൽ നന്നായി ഒപ്പിയെടുത്തുള്ളവരായിരിക്കും. എന്നുവെച്ചാൽ ഷീലാമ്മയുടെ മുഖഭാവങ്ങൾ, ആ പ്രണയരംഗങ്ങൾ, ആ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ, തലങ്ങൾ, അല്ലേ? ശരിയല്ലേ? അതെ. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം ഇപ്പം ഞാൻ കേൾക്കുന്നുണ്ട്. എന്താ അറിയോ? നസീർ സാർ എവിടെ പോയി? ആരെയോ സ്നേഹിക്കുന്നുണ്ട്. ആ ദുഷ്ടന് അവളോട് സ്നേഹമില്ല. ഹൃദയമുള്ള ആരും അവളെ സ്നേഹിക്കും. നോക്കൂ, ആ പുകയുന്ന കുടിലിനകത്തുള്ളത് ഒരു തിളങ്ങുന്ന രക്തമാണ്. ആ രത്നത്തിനുള്ളിൽ തീയാണ്. അതാണ് പുക ഉയരുന്നത്. പ്രേമത്തിന്റെ തീച്ചൂട് അനുഭവിച്ചവരെ അറിയൂ. ആഹാ, സുമൻ കവിത പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇതേത് പടാ ഇത്? നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഓ, അതാണ്. അത് ശരി. കുറച്ചൊക്കെ മറന്നല്ലേ കാര്യങ്ങളൊക്കെ? അല്ല, എല്ലാ പടത്തിലും ഈ ആർട്ടിസ്റ്റ് അല്ലേ. ഇപ്പോൾ വേറെ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലോ ശരി. ഇപ്പോൾ നസീർ തന്നെ 107 പടത്തിൽ എന്തോ അഭിനയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് പടം നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. എത്ര പടം നിങ്ങൾ തമ്മിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച്? അവർ കണക്ക് പറയും 107 എന്നൊക്കെ പറയുന്നു, ഗിന്നസ് ബുക്കിലുണ്ടെന്ന് പറയുന്നു. അവരൊക്കെ പറയുന്നത് ഞാനും വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല, അതൊന്നും അറിയില്ല. ഇവരായിട്ട് പത്രക്കാരെഴുതുന്നു, എനിക്കിതൊന്നും അറിയില്ല. ഈ സിനിമകളൊക്കെ പിന്നെ ടി വി കാണുമെന്നാണ് ശീലാമ്മ. അയ്യോ, ടി വി കാണുമ്പോൾ എന്താണെന്നറിയോ, ഞാൻ വിചാരിക്കും ദൈവമേ, അടുത്തുള്ള നസീർ മരിച്ചുപോയി, സത്യൻ സാർ മരിച്ചുപോയി, പിന്നെ എല്ലാവരും അടൂർ ബാസി പോയി. അയ്യോ, ഞാൻ ശാരദ മാത്രമല്ലേ ഉള്ളൂ എൻ്റെ പേര് നിൽക്കുന്നത്. ഇനി ഞങ്ങൾ എങ്ങനെ എന്നാവും? പക്ഷെ ഒരു സന്തോഷം എന്താണെന്നറിയോ, ഞങ്ങൾക്ക് ആർട്ടിസ്റ്റിന് മരണമില്ല. ഞങ്ങൾ മരിച്ച് പിന്നെയും ഞങ്ങൾ ചലിക്കുന്നു. ആരും സാധാരണ ആൾക്കാർക്ക് ഒക്കും അത്. മരിച്ച് പിന്നെ ഞങ്ങൾ നടക്കുന്നു, ഇവിടെ സംസാരിക്കുന്നു. ഒരു വലിയൊരു യുഗത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നോടിയായിട്ട് അതിലേക്കൊരു വാതായനം തുറക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ ഇവിടെ കൊണ്ടുവരികയാണ്. എനിക്ക് ചോദിക്കേണ്ടത്, നിങ്ങളും എൻ്റെ ഫാദറും കൂടെ ഒരു 118-120 പടങ്ങൾ ജോഡിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ദർ മസ്റ്റ് ബി എ കെമിസ്ട്രി അവിടെ, അല്ലെങ്കിൽ ഇത്രയും നാളുകൾ പ്രോലോങ് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് വാസ് ദറ്റ് കെമിസ്ട്രി? എന്താണത്? കെമിസ്ട്രി എന്നൊക്കെ പറയുന്നുണ്ടോ ഈ ലോകത്ത് അങ്ങനെ ഒന്ന്? എന്നാൽ മാത്തമാറ്റിക്സ് ആക്കാം. അല്ല, ഇവർ പറഞ്ഞ കെമിസ്ട്രി അത് എന്ന് വെച്ചാൽ ഒരു പടം ഇട്ടു,
ഇട്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ജോഡി നല്ലതാന്ന് തോന്നി. പിന്നെ ഇനിയൊരു പടത്തോടെ നല്ല സക്സസ്ഫുള്ളായി. നല്ല ഇവർ രണ്ടുപേരും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നായി. അങ്ങനെ ഇട്ടപ്പോൾ അങ്ങനെ 10 മിക്കവാറും ദിവസം അവരോടെയൊക്കെ അല്ലേ ഞങ്ങൾ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് നല്ലൊരു ജീവിതത്തിൽ നല്ലൊരു പങ്ക് ചെലവിട്ടത് നസീർ സാറിൻ്റെ കൂടെയാണ്. അതെ, കുറേ പടം 100 പടങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എത്ര കാലം വേണ്ടി വരും? ശീലാമ്മ ഒരു കുറേ നാൾ അങ്ങേരുടെ കൂടെ കുറേ പടങ്ങളിൽ അഭിനയിച്ചു. നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങേരോട് അഭിനയിച്ചതിലും അങ്ങേരോടെ ചിലവഴിഞ്ഞ ഓരോ നിമിഷങ്ങളും ഞാൻ മാനിക്കുന്നു. അങ്ങേരെ ആത്മാവ് ശാന്തി അടയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര സമർത്ഥമായ യാന്ത്രികമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ശീലാമ്മ. എന്താ കാരണം എന്നറിയോ? ലാലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നായികയുമായിട്ടൊരു പ്രണയമാണ്. ആ സിനിമ കഴിയുമ്പോഴേക്കിനും വലിയൊരു പ്രണയമായിട്ടത് മാറും. അങ്ങനെയാണെങ്കിൽ എത്ര പേരോട് അഭിനയിക്കും, അത്ര പ്രണയത്തിന് പ്രത്യേകിച്ച് പ്രണയം ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ മോശപ്പെട്ട പറയട്ടെ. ഇപ്പോൾ ഒരു പടത്തിൽ അഭിനയിക്കുന്നു, ഒരു ഹീറോനെ കെട്ടിപ്പിടിക്കുമ്പോൾ ക്യാമറമാൻ പറയാണ്, അയ്യോ കുറച്ച് അങ്ങോട്ട് മാറ്, കുറച്ച് ഈ കൈ അപ്പോഴേക്കും വേദനിക്കാൻ തുടങ്ങി, കുറച്ച് ഇങ്ങോട്ട് മാറ്, മുഖം ഇങ്ങനോട്ട് ഇങ്ങനെ ചിരിക്ക്, ടേക്ക് 2, നീ അടുത്ത പ്രാവശ്യം പിന്നെയും കെട്ടിപ്പിടിച്ചു. 10 പ്രാവശ്യം ആകുമ്പോഴേക്കും നമുക്ക് വെറുത്തു പോവും. അയ്യോ ഇത് എന്താ നസീർ സാറിനെ വല്ലാതെ വെറുത്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയല്ല, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കഷ്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആരോട് അഭിനയിക്കുകയാണെങ്കിലും ശരി, നമുക്കെന്നെ വെറുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഷോട്ടാണ് ഈ എടുക്കുന്നത് എന്ന് പറയും. പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും എത്ര പടത്തിലാണ്. ഇപ്പോൾ നസീർ അഭിനയിക്കുന്ന കുറേ പടങ്ങളിലുണ്ടായിരുന്നു ഒരേ സമയത്ത്. അപ്പോൾ അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഞാനിവിടെ നമുക്കിങ്ങനെ ചെയ്യണം. ഇങ്ങനെ കുറേ ഷോർട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വേറെ ഏതോ ഒരു ഇതിൽ നിൽക്കുകയാണ്, വേറെ ഏതോ ഒരു പടത്തിൽ സത്യൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ക്യാമറാമാൻ ക്യാമറയായിട്ട് വരും, അമ്മ 2-3 പടത്തിൻ്റെ ഷോർട്സ് വേണം എന്ന് പറയും. അപ്പോൾ ഇതുവരെയൊക്കെ എടുക്കും. കാരണം അപ്പോൾ ഇതാകുമ്പോൾ ഡ്രസ്സ് അറിയാം, ഇവിടെ ആകുമ്പോൾ ഹാൻഡ് ഡ്രസ്സ് അറിയും. ഇതുവരെയ്ക്കും അപ്പോൾ ഞാൻ എന്നൊക്കെ കാണിക്കും. അപ്പോൾ അത് എടുത്തുകൊണ്ട് പോയി എല്ലാ പടത്തിലും ഇങ്ങനെ കട്ട് ചെയ്തിടും. എന്തായാലും നസീർ സാറും ഷീലാമ്മയും വലിയൊരു ജോഡിയാണ്. അതെ, അതിൽ സംശയമില്ല. ആ ജോഡി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലിങ്ങനെ ഇരിക്കുകയാണ്. അതെ, ഇപ്പോഴും നസീർ സാറിനെ കുറിച്ച് ഞാൻ ഓർക്കും പെട്ടെന്ന് തൊട്ടടുത്ത് ഷീലാമ്മേനെ അറിയും. ഷീലാമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നസീർ സാർ അറിയും. ഇതാണ് കെമിസ്ട്രി. ഈ കെമിസ്ട്രിയെ കുറിച്ച് ഞാനല്ലേ പറഞ്ഞത്, മകൻ സ്വന്തം അച്ഛനോട്. ഞാനൊരു സീരിയൽ അഭിനയിച്ചു, മോൻ്റെ കൂടെ ചേർന്നൊരു സീരിയൽ അഭിനയിച്ചു. അപ്പോഴും അവൻ പറഞ്ഞില്ലേ, അയ്യോ പറഞ്ഞു, ആൻറ്റി ഡാഡിയിലൂടെ അഭിനയിക്കുന്നതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് ആൻറ്റിയെ കാണുന്നത്, എനിക്കിതൊക്കെ പറഞ്ഞ് ഭയങ്കര സ്വീറ്റായിട്ടൊക്കെ സംസാരിച്ചു. ഇപ്പം ആ സിനിമകളൊക്കെ കാണുമ്പോൾ ഷീലാമ്മയ്ക്ക് എന്താ തോന്നുന്നത്? ഞാൻ നോക്കുന്നത് എന്താണെന്നറിയോ, ഞാൻ സത്യം പറയട്ടെ, ഞാൻ ചുമ്മാ പറയാണെന്നൊന്നും വിചാരിച്ചു. സത്യമേ പറയാവുള്ളൂ. അതെ,